നിങ്ങൾക്കറിയാമോ, കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച രണ്ട് പ്രധാന പ്രക്ഷോഭങ്ങളാണ് ഊരൂരുട്ടമ്പലം ലഹളയും പെരിനാട് ലഹളയും. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കേരളം അനുഭവിച്ചിരുന്ന കടുത്ത ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള സാധാരണക്കാരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥകളാണിവ. വെറുമൊരു പ്രാദേശിക സംഘർഷം എന്നതിലുപരി ഒരു ജനത തങ്ങളുടെ അന്തസ്സും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശവും ആഭരണങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും വീണ്ടെടുക്കാൻ നടത്തിയ ധീരമായ പോരാട്ടങ്ങളായി ഇവയെ വിലയിരുത്താം. അയ്യങ്കാളി എന്ന മഹാത്മാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ പോരാട്ടങ്ങൾ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് കരുത്തുറ്റ അടിത്തറ പാകി. സവർണ മേധാവിത്വത്തിൻ്റെ ഉരുക്കും മുഷ്ടികൾക്ക് താഴെ അമർന്നു പോയിരുന്ന ഒരു വലിയ വിഭാഗം ജനതയുടെ സ്വത്വബോധത്തെ ഉണർത്താൻ ഈ സമരങ്ങൾക്ക് സാധിച്ചു. ഊരൂരുട്ടമ്പലം ലഹളയെ ചരിത്രകാരന്മാർ 90-ാം ആണ്ട് ലഹള എന്നും വിശേഷിപ്പിക്കാറുണ്ട്. കൊല്ലവർഷം 1990-ൽ നടന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രക്ഷോഭം അരങ്ങേറിയത്. അക്കാലത്ത് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. വിദ്യ എന്നത് ജന്മാവകാശമായിരുന്ന ഒരു ചെറിയ വിഭാഗത്തിന് പുറത്ത് ഭൂരിഭാഗം വരുന്ന ജനത അജ്ഞതയുടെ ഇരുട്ടിൽ തളയ്ക്കപ്പെട്ടു. ഈ സാമൂഹിക അനീതിക്കെതിരെ അയ്യങ്കാളി ശക്തമായി രംഗത്ത് വന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം തൻ്റെ സമുദായത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാക്കാൻ ഭരണകൂടത്തോട് നിരന്തരം ആവശ്യപ്പെട്ടു. ഇതിൻ്റെ ഫലമായി സർക്കാർ ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചെങ്കിലും പ്രാദേശികമായ സവർണ ശക്തികൾ അത് നടപ്പിലാക്കാൻ അനുവദിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഊരൂരുട്ടമ്പലത്ത് ആ ചരിത്രപരമായ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരൂരുട്ടമ്പലം എന്ന ഗ്രാമത്തിലെ വിദ്യാലയത്തിലേക്ക് അയ്യങ്കാളി തൻ്റെ പ്രിയ ശിഷ്യനായ കാളിയുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും സഹായത്തോടെ പഞ്ചമി എന്ന കൊച്ചു പെൺകുട്ടിയെ കൂട്ടിയെത്തി. പഞ്ചമി എന്ന പേര് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ആദ്യത്തെ ദളിത് വിദ്യാർത്ഥി പ്രതിനിധിയായി ഇന്നും തിളങ്ങി നിൽക്കുന്നു. അന്ന് ആ വിദ്യാലയത്തിൻ്റെ പടിവാതിക്കൽ പഞ്ചമിയെ തടഞ്ഞത് കേവലം ഒരു കുട്ടിയുടെ പ്രവേശനമല്ലായിരുന്നു, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു. സവർണ വിഭാഗക്കാർ ആ വിദ്യാലയവും പരിസരവും അശുദ്ധമായി എന്ന് പ്രഖ്യാപിക്കുകയും വലിയ തോതിലുള്ള ആക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. അവർ വിദ്യാലയത്തിന് തീയിട്ടു. ആ തീ പടർന്നത് കേരളത്തിലെ ജാതീയമായ അസമത്വങ്ങളുടെ കോട്ടകളിലേക്കായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളിലും ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. പുലയ സമുദായത്തിലുള്ളവർ തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാടത്തിറങ്ങാൻ വിസമ്മതിച്ചു. കൊയ്ത്തും വിതയും നിലച്ചു. കൃഷിപ്പണികൾ തടസ്സപ്പെട്ടതോടെ ജന്മിമാരും വല്ലാത്ത പ്രതിസന്ധിയിലായി. ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അവകാശമില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ പണിയെടുത്താൽ ലഭിക്കുന്ന ധാന്യം ഞങ്ങൾക്കും വേണ്ട എന്ന നിലപാടിലായിരുന്നു അയ്യങ്കാളിയും അനുയായികളും. ഒരു ജനത ഒന്നടങ്കം നടത്തിയ ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജി നടപ്പാക്കിയ സമരമുറകൾക്ക് മുമ്പേ സംഭവിച്ച ഒന്നായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ സമരത്തിലൂടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നത് ഔദാര്യമല്ല, മറിച്ച് അത് മൗലികമായ നീതിയാണെന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതേ കാലഘട്ടത്തിൽ തന്നെ കൊല്ലം ജില്ലയിലെ പെരിനാട് പ്രദേശത്ത് മറ്റൊരു വിപ്ലവം കൂടി രൂപം കൊള്ളുകയായിരുന്നു. ഇത് കല്ലുമാല സമരം എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അക്കാലത്ത് കീഴ്ജാതിക്കാരായ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങൾ ധരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. മുലക്കരവും തലക്കരവും പോലെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ നിലനിന്നിരുന്ന കാലം. തങ്ങൾ താഴ്ന്നവരാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താനായി കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച കല്ലുമാലകളും ചിപ്പികളും മരക്കഷണങ്ങളും കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളാണ് അവർ ധരിക്കേണ്ടിയിരുന്നത്. സ്വർണമോ വെള്ളിയോ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഇത് കേവലം ഫാഷന്റെ പ്രശ്നമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയെ നിരന്തരം അപമാനിക്കുന്നതിനുള്ള സാമൂഹിക മുദ്രയായിരുന്നു. ഈ അടിമത്തത്തിൻ്റെ അടയാളം പൊട്ടിച്ചെറിയാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു. 1915-ൽ പെരിനാട് നടന്ന വലിയ സമ്മേളനത്തിൽ അയ്യങ്കാളിയുടെ ആഹ്വാനം കേട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ കഴുത്തിലെ കല്ലുമാലകൾ അറുത്തെറിഞ്ഞു. അവജ്ഞയോടെ അവർ ആ അസമത്വ ചിഹ്നങ്ങളെ ഉപേക്ഷിച്ചു. ഈ സംഭവം സ്വാഭാവികമായും യാഥാസ്ഥിതികരായ ജന്മിമാരെ പ്രകോപിപ്പിച്ചു. അവർ പെരിനാട് പ്രദേശം രക്തക്കളമാക്കി മാറ്റാൻ ശ്രമിച്ചു. സമരക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നേരെ ക്രൂരമായ ആക്രമണങ്ങളുണ്ടായി. വീടുകൾ അഗ്നിക്കിരയാക്കി. പലരും ജീവൻ രക്ഷിക്കാൻ ഓടി മറയേണ്ടി വന്നു. എന്നാൽ ആത്മവീര്യം ചോരാതെ അവർ പോരാടി. സവർണ സ്ത്രീകളെ പോലെ തന്നെ മാന്യമായ ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം തങ്ങൾക്കും ഉണ്ടെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒടുവിൽ സർക്കാർ ഇടപെടുകയും എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ഇഷ്ടമുള്ള വസ്ത്രവും ആഭരണവും ധരിക്കാൻ അവകാശമുണ്ടെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഊരൂരുട്ടമ്പലം ലഹളയും പെരിനാട് ലഹളയും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടന്നതാണെങ്കിലും അവയുടെ ആത്മാവ് ഒന്നുതന്നെയായിരുന്നു.
അത് മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള തേടലായിരുന്നു. മൃഗതുല്യമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒരു ജനതയെ മോചിപ്പിക്കാൻ നടത്തിയ ഈ സമരങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ സംഘടനാ ശേഷിയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഉദാഹരണങ്ങളാണ്. ഈ പ്രക്ഷോഭങ്ങളിലൂടെ ദളിത് വിഭാഗങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ട എല്ലാ മനുഷ്യർക്കും പുതിയൊരു ദിശാബോധം ലഭിച്ചു. വിദ്യാഭ്യാസം നേടുക എന്നത് സ്വയം പര്യാപ്തതയിലേക്കുള്ള വഴിയാണെന്നും വസ്ത്രധാരണവും ആഭരണങ്ങളും ഒരാളുടെ അന്തസ്സിൻ്റെ ഭാഗമാണെന്നും ഈ സമരങ്ങൾ ബോധ്യപ്പെടുത്തി. ഇന്ന് നാം അനുഭവിക്കുന്ന ജനാധിപത്യപരമായ അവകാശങ്ങളുടെയും സാമൂഹിക സമത്വങ്ങളുടെയും വേരുകൾ ഈ ലഹളകളിലാണ് കിടക്കുന്നത്. ഊരൂരുട്ടമ്പലത്ത് അന്ന് കത്തിച്ചാമ്പലായ വിദ്യാലയത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള പുതിയ വിദ്യാലയം കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിൻ്റെ സ്മാരകമായി നിലകൊള്ളുന്നു. പഞ്ചമി എന്ന പെൺകുട്ടി അന്ന് തൊട്ട ആ വിദ്യാലയത്തിൻ്റെ പടവുകൾ പിന്നീട് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ജ്ഞാനത്തിൻ്റെ ലോകത്തേക്കുള്ള വാതിലായി മാറി. കല്ലുമാലകൾ ഉപേക്ഷിക്കപ്പെട്ട പെരിനാട് പാടങ്ങൾ ഇന്ന് സ്വതന്ത്ര മനുഷ്യരുടെ പ്രതീകമാണ്. ഈ ചരിത്ര സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് അവകാശങ്ങൾ എന്നും പൊരുതി നേടിയതാണെന്നാണ്. ചരിത്രം എന്നത് രാജാക്കന്മാരുടെ യുദ്ധകഥകൾ മാത്രമല്ല, മറിച്ച് സാധാരണ മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ പോരാട്ടങ്ങൾ കൂടിയാണെന്ന് ഈ ലഹളകൾ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിൻ്റെ ആധുനികതയിലേക്കുള്ള പ്രയാണം ഈ സമരങ്ങളിലൂടെയാണ് രൂപപ്പെട്ടത് എന്ന് നിസ്സംശയം പറയാം. ഈ പ്രക്ഷോഭങ്ങളുടെ സ്വാധീനം വരും തലമുറകളിലും നിലനിൽക്കുന്നു. ഇന്നും സാമൂഹിക നീതിക്കായി നടക്കുന്ന ഓരോ പോരാട്ടത്തിലും അയ്യങ്കാളിയുടെയും പഞ്ചമിയുടെയും പെരിനാട്ടെ സമരവീര്യമുള്ള സ്ത്രീകളുടെയും സ്മരണകൾ ഊർജ്ജമായി വർത്തിക്കുന്നു. ജാതിരഹിതവും നീതിയുക്തവുമായ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ചരിത്രപരമായ അറിവുകൾ അത്യന്താപേക്ഷിതമാണ്. ഭൂതകാലത്തിലെ ഈ കനലുകൾ കെടാതെ സൂക്ഷിക്കുമ്പോഴാണ് വർത്തമാനകാലത്തെ അനീതികളെ തിരിച്ചറിയാനും നാളെയുടെ പുതുലോകം പണിയാനും നമുക്ക് കരുത്ത് ലഭിക്കുന്നത്.